നമ്മൾ ഈ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കണ്ടക്ടറാണുള്ളത്. ഒന്നാമത്തെ കണ്ടക്ടറുടെ പേര് എ, രണ്ടാമത്തതിൻ്റെ പേര് ബി. എയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ എ, അതുപോലെ തന്നെ ബിയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ബി. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, സെയിം ഡയറക്ഷനിലാണ്. ഇനി വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം സെയിം ഡയറക്ഷനിലായിട്ട് എടുത്തു. നോക്ക്, ഇതിനകത്ത് ഇപ്പം എയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സർക്കുലാർ ഷേപ്പിലാണ് ഉണ്ടാവുക. അതിന് ചുറ്റും ഇതുപോലെ സർക്കുലാർ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് ഈ ബി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുന്നു നോക്ക്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ എ കാരണം, എയിലൂടെ പോകുന്ന കറണ്ട് കാരണം ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ അകത്തേക്ക്, ഉള്ളിലേക്ക്, നമ്മൾ ഈ ഡയഗ്രാം പ്രകാരം ഈ സ്ക്രീനിനകത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ബി എ എന്ന് എഴുതുന്നത്. ഓക്കെ, ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കണ്ടക്ടർ രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ബി എ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് മുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ അതിന് ചുറ്റും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ തമ്പ് റൂൾ വെച്ചിട്ടാണ് കേട്ടോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക്, ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ബി ബി എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ ബി എന്ന് പറയുന്ന കണ്ടക്ടർ എ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ബി ബി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി, കറണ്ടിൻ്റെ ഡയറക്ഷനുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടറാണ്. അപ്പോൾ ഫോഴ്സും കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് എന്ത്, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോയുടെ പേരാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് പറയുന്നത് എന്താണ്, നമ്മൾ 3 വിരലുകൾ നമ്മളിങ്ങനെ എടുക്കുക അല്ലെ. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് പറയുക, ഇത് നമ്മുടെ തമ്പ്, അതുപോലെ തന്നെ ഇത് 4 ഫിംഗർ, ഇത് മിഡിൽ ഫിംഗർ. തമ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും തമ്പിൻ്റെ ഡയറക്ഷനിൽ ഫോഴ്സ് ആയിരിക്കും. 4 ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഈ റൂള് നമ്മൾ ഈ 2 കണ്ടക്ടറിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ നോക്ക്, ഈ ഒന്നാമത്തെ കണ്ടക്ടറെ, ഫസ്റ്റ് കണ്ടക്ടറിനകത്ത് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് മുകളിലേക്കാണ്. അപ്പോൾ മിഡിൽ ഫിംഗർ എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടെ വെച്ച് നോക്കാം കേട്ടോ. മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് വെക്കുന്നു. അതേസമയം 4 ഫിംഗർ എന്ത് ചെയ്യുക, പുറത്തേക്ക് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ സെറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മുകളുടെ തമ്പ് നിൽക്കുന്നത് എങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നാമത്തെ എ എന്ന് പറഞ്ഞ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് എഫ് എ ബി എന്ന് പറയാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിൽ നമുക്ക് കറണ്ട് മുകളിലേക്ക് തന്നെയാണല്ലോ. അപ്പോൾ മിഡിൽ ഫിംഗർ മുകളിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ 4 ഫിംഗർ ഉള്ളോട്ട് ഈ സ്ക്രീനിനകത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മുകളുടെ തമ്പ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, കണ്ടോ. അപ്പോൾ എഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്, ഒന്നാമത്തെ കണ്ടക്ടർ കാരണം രണ്ടാമത്തെ കണ്ടക്ടർ ബിയിലുണ്ടായിട്ടുള്ള ഫോഴ്സാണ് എഫ് ബി എ. അപ്പോൾ എഫ് എ ബി എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടക്ടറിലുള്ള ഫോഴ്സ്, എഫ് ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ കണ്ടക്ടറിലുള്ള ഫോഴ്സ്. അത് നമ്മൾ നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ ഇതുപോലെ കണ്ടുപിടിച്ചു. അത് രണ്ടും അടുത്തേക്കല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സെയിം ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ, 2 കണ്ടക്ടറിലും സെയിം ഡയറക്ഷനിലല്ലേ കറണ്ട് പോകുന്നത്. അപ്പോൾ എന്താണ്, അത് അട്രാക്റ്റീവ് ആണെന്ന് പറയാം. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, എയിലും കറണ്ട് മുകളിലേക്കും ബിയിൽ താഴേക്കും ആയിരുന്നെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് കിട്ടുക. ഒന്ന് എയിലുണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങോട്ടും ബിയിലുണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങോട്ടും ആയിരിക്കും. ഇതായിരിക്കും എഫ് എ ബി, ഇതായിരിക്കും എഫ് ബി എ. അപ്പോൾ നമുക്കതെന്ത് പറയാം, റിപ്പൾസീവ് ആണ്, ദൂരേക്ക് പോകുമ്പോൾ റിപ്പൾസീവ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 ഒരേ ഡയറക്ഷനാണെന്നുള്ള രീതിയിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി തിരിച്ചാണ് മുകളിൽ എടുക്കുന്നതെങ്കിൽ, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്കാണ് മുകളിൽ എടുക്കുന്നതെങ്കിൽ എഫ് ബി എ ഇങ്ങോട്ടും വരും, എഫ് എ ബി ഇങ്ങോട്ടും വരും. അത് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം, നമുക്ക് നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഈസ് ഈക്വൽ ടു ഐ എൽ ബി, ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ. അത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എഫ് ഈസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ. എഫ് ഈസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. ഇവിടെ ആംഗിളുകളെല്ലാം 90 ഡിഗ്രി ആണല്ലോ, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ തീറ്റ എത്രയാണ്, സൈൻ 91 ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് മാത്രം മതി, ഐ എൽ ബി എന്നുള്ള ഇക്വേഷൻ മാത്രം മതി.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എഫ് എ ബി ആണ് കാണുന്നത്, അല്ലെങ്കിൽ എഫ് ബി എ ആണ് കാണുന്നത്. ഇവിടെ ഉണ്ട്, ഇതിനകത്ത് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എഫ് ബി എ എനിക്ക് കാണേണ്ടത്. എഫ് ബി എ കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഐ ബി എന്ന് വെച്ചാൽ ബിയിലൂടെ, എഫ് ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുണ്ടാവുന്ന ഫോഴ്സ് അല്ലേ, എഫ് ബി എ എന്ന് പറയുമ്പം ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് ഏതാണ്, ഐ ബി അല്ലേ, നമുക്കിവിടെ ഐ ബി. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്താണ് എൽ. ആ ഐ ബി എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്, ബി എ അല്ലേ, അതുകൊണ്ട് ബി എ. റെഡി? അപ്പോൾ നോക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഐ ബി എൽ അതുപോലെ എഴുതി. ഈ ബി എ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ പ്രകാരം അങ്ങനെ ഒരു തിയറി പഠിക്കുന്നുണ്ട്, ആംപിയർ സർക്യൂട്ടൽ ലോ അല്ലേ. ആംപിയർ സർക്യൂട്ടൽ ലോ പ്രകാരം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I/2πd ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബി എയുടെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോക്ക് μ0IA/2πd എന്ന് വരും. കാരണം അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്, ഐ എ ആണ് അല്ലേ. എയിലൂടെ പാസ് ചെയ്യുന്നത് ബി എ ആണ് നമ്മൾ കാണുന്നത്. ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്നത് ഒന്നാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ബി എ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്, ഐ എ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, ഐ എ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നേരത്തെ നമ്മുടെ ഇക്വേഷനിൽ ഐ ബി ഉണ്ട്. ഇപ്പോൾ ബി എൻ്റെ ടേമിൽ ആര് കയറി വരും, ഐ എ എന്നുള്ള ടേം കയറി വരും. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് കൊടുക്കുന്ന സമയത്ത് എഫ് ബി എ = μ0/2πd അല്ലേ. ഐ എയും ഐ ബിയും ഒന്നിച്ചെഴുതി, എല്ല് മാറ്റി കൂടെ എഴുതി. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. റെഡി? അപ്പോൾ എഫ് ബി എ കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഫ് എ ബി കാണാം. എഫ് എ ബി കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇതേപോലെ മോളൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയോ. എഫ് എ ബി കാണുന്ന സമയത്ത് എന്തായിരിക്കും വരിക, ഐ എ എല് ബി ബി എന്നായിരിക്കും വരിക അല്ലേ. അപ്പോൾ എഫ് എ ബി = ഐ എ എല് ബി ബിയുടെ സ്ഥാനത്ത് μ0IB/2πd. ഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടക്ടറുകൾക്കിടയിലുള്ള ദൂരം കേട്ടോ. ഡി എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടക്ടറുകളുടെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ദൂരമാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എഫ് എ ബി ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എ ബി എന്ത് തന്നെ കിട്ടും, μ0 ഉണ്ട്, ഐ എ ഉണ്ട്, ഐ ബി ഉണ്ട്, എൽ ഉണ്ട്, /2πd ഉണ്ട്. യെസ്, ഇത് രണ്ടും സെയിം അല്ലേ. നമുക്ക് എഫ് ബി എയും നോക്ക്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എഫ് ബി എയും എഫ് എ ബിയും സെയിമാണ്. പക്ഷേ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് അല്ലേ. എഫ് എ ബി ഇങ്ങോട്ടാണെങ്കിൽ എഫ് ബി എ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് എ ബി = -FBA. യെസ്, ഇതാണ് ആ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പാരലൽ കറണ്ട് അട്രാക്റ്റ് ചെയ്യും. എപ്പോൾ, സെയിം ഡയറക്ഷനിലാണെങ്കിൽ. ഐ എയും ഐ ബിയും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്റ്റ്, ഐ എയും ഐ ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിപ്പല്ലാണ് ചെയ്യുക. അപ്പോൾ അതൊന്ന് 1 മാർക്കിനും കൂടി വരുന്ന രീതിയിലൊന്ന് നോക്കി വെക്കാം. അപ്പോൾ അത്രയാണ് ഈ ടോപ്പിക്ക് വരുന്നത് കേട്ടോ. യെസ്.